നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് അല്പം വ്യത്യസ്തമാണ്. ഓരോ ആഘോഷങ്ങൾക്കും അവർ തക്കതായ പ്രാധാന്യവും നൽകാറുണ്ട്. അതുപോലെ തന്നെ അവർ ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും തന്നെയാണ്. ഓരോ ആഘോഷങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്ന അധികാരികൾ ഈ ആഘോഷം കിടിലമാക്കാൻ പോവുകയാണ്. അതേതെന്നല്ലേ? ബമ്പർ സമ്മാനങ്ങൾ പ്രവാസി മലയാളികളെ കാത്തിരിക്കുമ്പോൾ ആരും പങ്കെടുക്കാൻ മറക്കേണ്ട. വാർത്തയിലേക്ക്. യാത്രക്കാർക്ക് സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ സമ്മാനങ്ങളും നിധിവേട്ട ഉൾപ്പെടെയുള്ള മത്സരങ്ങളുമായി RTA അതായത് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പൊതുഗതാഗത ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. RTA 14ാം വാർഷികം കൂടി പ്രമാണിച്ചാണ് ആഘോഷം അരങ്ങേറുന്നത്. 11 ദിവസം നീളുന്ന ആഘോഷം നവംബർ 1-ന് ആരംഭിക്കുന്നതാണ്. ദുബായ് ട്രാമിന്റെ 5ാം വാർഷികം കൂടിയായ 11-നാണ് സമാപനം കുറിക്കുന്നത്. യാത്രക്കാർക്കായി നിധിവേട്ട, 2.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഓട്ട മത്സരം എന്നിവ നടത്തുന്നതായിരിക്കും. ദുബായ് വാട്ടർ കനാൽ പ്രോമിനേഡിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഇതിനു പുറമെ യാത്രക്കാർക്കായി നറുക്കെടുപ്പും നടത്തുന്നതാണ്. സ്വർണ്ണക്കട്ടി ഉൾപ്പെടെയാണ് സമ്മാനങ്ങൾ നിങ്ങൾക്കായി ലഭിക്കാൻ പോകുന്നത്. മികച്ച ഗതാഗതം മെച്ചപ്പെട്ട നാളേക്കെന്ന പ്രമേയത്തിലാണ് ദിനാഘോഷങ്ങൾ അരങ്ങേറുന്നത് തന്നെ. ശരിക്കും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച യാത്രക്കാരെ അനുമോദിക്കുന്ന ചടങ്ങും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുസ്ഥിര വികസനത്തിനും നല്ല പരിസ്ഥിതിക്കുമായി പൊതുഗതാഗത സംവിധാനം പരമാവധി ഉപയോഗിക്കുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാനും ആഘോഷം പ്രയോജനപ്പെടുത്തുമെന്ന് RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മാത്തർ അൽ ഥായർ അറിയിക്കുകയുണ്ടായി. എന്നാൽ അല്പം ശ്രദ്ധിച്ചുകൊള്ളുക. RTA നേട്ടങ്ങൾ ഇവയൊക്കെയാണ്. ദുബായ് മെട്രോ 75 കിലോമീറ്റർ ദീർഘിപ്പിക്കുന്ന ജോലികളടക്കം RTA ഏറ്റെടുത്ത് നടപ്പിലാക്കുകയുണ്ടായി. ഇതിനോടകം തന്നെ 47 സ്റ്റേഷനുകൾ നിർമ്മിക്കുകയുണ്ടായി. ദുബായ് ട്രാം 11 കിലോമീറ്റർ ദൂരത്തിലുണ്ട്. 11 സ്റ്റേഷനുകളുമുണ്ട്. ബസ്സുകളുടെ എണ്ണത്തിൽ 14 വർഷം കൊണ്ട് 145% വർധനവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2006-ൽ 620 ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1520 ബസ്സുകളുമുണ്ട്. 2200 ബസ് സ്റ്റോപ്പുകളും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 689 എണ്ണം ശീതീകരിച്ചതായാണ് പറയപ്പെടുന്നത്. ശീതീകരിച്ച അബ്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജലഗതാഗത മേഖലയെ ശക്തമാക്കുകയും ചെയ്തു. യാത്രക്കാരുടെ എണ്ണത്തിൽ 261% വർധനവും ഉണ്ടായി. 1.63 കോടി ആളുകൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് 5.89 കോടി ആളുകളും ഇതിനോടകം തന്നെ വർദ്ധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ RTA പദ്ധതികൾ ഇവയാണ്. ദുബായ് മെട്രോ റെഡ് ലൈൻ 2020 എക്സ്പോ കേന്ദ്രത്തിലേക്ക് ദീർഘിപ്പിക്കുന്നതാണ്. പുതിയ 20 മേഖലകളിലേക്ക് ബസ് സർവീസും നീട്ടുന്നതാണ്. 725 ബസ്സുകൾ പുതിയതായി വാങ്ങിച്ചിട്ടുമുണ്ട്. 1612 ടാക്സികളും രംഗത്തിറങ്ങാൻ പോവുകയാണ്. 17 ബസ് സ്റ്റേഷനുകളും ഡിപ്പോകളും നിർമ്മിക്കുന്നതാണ്. ദുബായിയുടെ ഈ മികച്ച നേട്ടങ്ങൾ വമ്പൻ ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. കൂടാതെ എക്സ്പോ കൂടി വരുന്നതോടുകൂടി RTA നേട്ടങ്ങൾ ഇതിൽ പരം ഉയർന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബിഗ് ടിക്കറ്റ് പോലുള്ള ബമ്പർ നറുക്കെടുപ്പുകളിലൂടെ നിരവധി സമ്മാനങ്ങൾ നേടിയ പ്രവാസികളെയും കാത്തിരിക്കുകയാണ് ഈ സമ്മാനവേട്ട. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.